സ്റ്റൈലായിരിക്കും കുട്ടാ. ഹലോ അമ്മച്ചമ്മൻ്റെ പല ചങ്കുവച്ചന്മാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അമ്മച്ചന്മാരെ നമ്മളിന്ന് ഫ്രീ ഫയർ കളിക്കുകയാണ് ഈ നോക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രീ ഫയറിൽ നമ്മുടെ സ്നൈപ്പർ ഓൺലി ആണ് കളിക്കുന്നത്. നോക്കി സ്നൈപ്പർ ഓൺലി ചാലഞ്ചാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഏത് നോക്കൊണ്ട് വേണമെങ്കിൽ അടിക്കും. പിന്നെ രണ്ടാമത്തെ ലൈഫിൽ നമ്മൾ ഫുള്ള് സ്നൈപ്പർ എടുത്ത് കളിക്കാൻ വേണ്ടി പോവുകയാണ്. സ്നൈപ്പർ എടുത്ത് കളിച്ച് നമുക്ക് വീഡിയോ അടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടരും മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നമുക്ക് 700 അടിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ മച്ചന്മാരും സെറ്റാക്കുക. അപ്പോൾ ഈ നമുക്ക് ഫസ്റ്റ് നമ്മൾ വീക്കേഴ്സ് 94 തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടിക്കണേ. അപ്പോൾ നേരെ വന്നിട്ട് നമ്മൾ ഡേ കൂടെ കയറി എങ്ങനെയൊക്കെ അടിക്കാൻ നോക്കി. പക്ഷേ കൊള്ളണില്ലേ, അടി കൊള്ളണില്ല. ഓക്കെ ഒന്ന് കൊണ്ടിട്ടുണ്ട്. ഓക്കെ ഒന്ന് വളർന്ന് തട്ടി. ഓക്കെ മറ്റൊന്ന് വരാൻ വേണ്ടി നിൽക്കണം. ഓക്കെ ഓക്കെ മറ്റു കൊണ്ടില്ലല്ലേ. ഓക്കെ അപ്പോൾ ഈ നമ്മൾ 150 കൊടുത്തിട്ടുണ്ട്. 150 അല്ല. ഓക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വേറൊരുത്തം വന്ന് അവന് കൊടുത്തു, ഗ്ലൂവാൾ ഇട്ടു. പക്ഷേ നല്ല ഡാമേജ് കൊടുത്തിക്കണേ. പക്ഷേ ഒന്നുകൂടി കൊടുക്കാൻ പോയി. പക്ഷേ അവന് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കണം അവിടുന്ന്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വന്ന് കൊടുക്കാൻ നോക്കി. പക്ഷേ ആ റീലോഡ് കുറച്ച് സ്പീഡ് കുറവായിരുന്നു കേസ്. ഓക്കെ ഉണ്ടല്ലാത്തതുകൊണ്ട് തന്നെ റീലോഡ് സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ചത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീലോഡ് ചെയ്താണ് വെടിയിക്കുന്നത്. അപ്പോൾ ഉണ്ട പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ റീലോഡ് ചെയ്യാൻ ഉണ്ടല്ല, അതുകൊണ്ട് തന്നെ സ്പീഡ് കുറഞ്ഞു റീലോഡിൻ്റെ. അങ്ങനെ നമ്മൾ ചത്തിട്ടുണ്ട്. ചെറിയ മിസ്റ്റേക്കാണ്. പിന്നെ വേജർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചത്തിട്ടുണ്ട് കേസ്. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ചത്ത സ്ഥിതിക്ക് നമ്മൾ നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ സ്പോട്ടൊക്കെ. ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലമൊക്കെ നമ്മൾ മെയിൻ സ്പോട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ മെല്ലെ പോയി അടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ സുഗുണേൻ്റെ വണ്ടിയിൽ നിങ്ങൾ ശരിക്കും എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുകയെന്ന്. അപ്പോൾ നമ്മൾ ഡയമണ്ട് എടുത്ത് സ്പിൻ ചെയ്യുന്നതല്ല, നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ സ്പിന്ന് കറക്കിയപ്പോൾ കിട്ടി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 സ്പിന്ന് കറക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്പിന്ന് കറക്കി കിട്ടിയില്ല, പിന്നെ രണ്ടാമത്തെ സ്പിന്ന് കറക്കി കിട്ടിയില്ല, പിന്നെ ഒക്കെപ്പാടൊക്കെ ഇട്ടത് കറക്കിയപ്പോൾ സംഭവം കിട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ലെക്കായിരുന്നു ഗൈസ്. ഓക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ സംഭവം ഒന്ന് കിട്ടുമെന്ന്. നമ്മൾ വെറുതെ കറക്കി ഇങ്ങോട്ട് പോരായിരിച്ച് കറക്കുകയാണ്. അപ്പോൾ ആകെപ്പാടെ അവിടെ കിട്ടിയിട്ടുണ്ട് ഈസൊക്കെ. എല്ലാവരും കിട്ടണമെന്നില്ല, കുറച്ച് ലെക്ക് വേണം. നമ്മുടെ ഒരു 94 എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് നമ്മൾ നേരെ എടുക്കുന്നതായിരിക്കും. അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു ലൈഫ് എക്സ്ട്രാ വേണം. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നമ്മളാ ഒരു വണ്ടി കയറിയിട്ട് നമുക്ക് നേരെ ലൈഫ് എടുക്കുക ഈസ്. ഓക്കെ അപ്പോൾ എന്നാലും നമുക്ക് എന്താ പറയുക, ഇനി ചാവാൻ ചിലപ്പോൾ AWM ഒക്കെ ആയതുകൊണ്ട് നമ്മൾ സ്നൈപ്പർ ഓൺലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ എടുത്തേക്ക് വന്ന് ചിലപ്പോൾ ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചത്ത് പിന്നെ ജനിക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി റിവൈവിൻ്റെ സംഭവം ചെയ്യുകയാണ്. അപ്പോൾ അതിനാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോൾ വേറെ എനിമി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് അറിയില്ല, നമ്മൾ പോകാൻ നിൽക്കുന്ന സമയത്ത് അത് ഫുള്ളായില്ല ഈ പണ്ടാരം. ഈ നമ്മളിവിടെ നിൽക്കുമ്പോൾ വേറെ എനിമി നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ കണ്ടിരുന്നുണ്ട് എനിമീനെ. അപ്പോൾ അത് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ഡാമേജ് കൊടുത്തു. പക്ഷേ നമ്മൾ നേരെ ഒന്ന് ഫൈറ്റ് എടുക്കാൻ നിൽക്കണില്ല, നമ്മൾ നേരെ പോവുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫൈറ്റ് എടുക്കാൻ നിന്ന് ചിലപ്പോൾ ചാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ പോവുകയാണ് ഈസ്. ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം നമ്മളാ ഫുൾ മെഡിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, വേഗം പോകണം. അപ്പോൾ എല്ലാ കൂട്ടരും മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈസ്. ഓക്കെ എല്ലാവരും സബ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈസ്. എല്ലാവരും സബ് ചെയ്യുക. 700 അടിക്കാനാണ് ഈസ്. എത്ര 689 ഒരു 11 സബ് മതി ഈസ്. ഒക്കെ 700 അടിക്കാം. അപ്പോൾ എല്ലാ കൂട്ടരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ എന്നാലും നമുക്ക് 700 അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാലും നമുക്ക് ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അത്രയ്ക്കേ വരുള്ളൂ ഈസ്. ഓക്കെ നേരെ വീഡിയോ തന്നെ കിടക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇവിടുന്ന് വീക്കേഴ്സ് 94 കിട്ടും നോക്കുകയാണ്. പക്ഷേ കിട്ടണം തന്നെയല്ലേ ഈസ്. അല്ലെങ്കിൽ കാണാം വീക്കേഴ്സ് 94 അവിടെ ഇങ്ങനെ നിൽക്കണതാണ്. പക്ഷെ ഇപ്പോൾ കാണില്ല. ഓക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോക്കട്ടെ. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഈസ്. ഓക്കെ അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട്, നമുക്ക് M8 ഒഴിവാക്കാം. ഓക്കെ ഇനി ഫുള്ള് വീക്കേഴ്സ് 94 വെച്ചാണ് കളി. അപ്പോൾ ഇനി ഒരു വീക്കേഴ്സ് 94 കിട്ടി നമ്മൾ ഡബിളാക്കി കളിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കട്ടെ ഈസ് കിട്ടുമോക്കട്ടെ. അപ്പോൾ AC ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ AC ആയിട്ട് അടിക്കൂല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് സ്നൈപ്പറാണല്ലോ ഈസ്. ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് സ്നൈപ്പറോണ്ടാവും കളിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ടുണ്ട്, പോകാൻ നിൽക്കണം ഇവിടുന്ന്. അപ്പോൾ ഇവിടെ സോണൊക്കെ വന്നിട്ടുണ്ട് ഈസ്. ഓക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആര് ഇനിയിപ്പോൾ AC ആയിട്ട് അടിച്ചിട്ട് ആകെ ചടക്കേണ്ട വെച്ചു. നമ്മൾ സ്നൈപ്പർ പറഞ്ഞാൽ ഫുള്ള് സ്നൈപ്പർ. അത് എത്ര സ്നൈപ്പർ ആണെങ്കിലും ഒരു സ്നൈപ്പർ ആണെങ്കിലും ഒരു സ്നൈപ്പർ അത്രേ ഉള്ളൂ. ഇപ്പോൾ കാർനെൻഡിറ്റ് ആണെങ്കിലും നമ്മൾ അടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോകും. നമ്മൾ അർസനിക്ക് ഒന്ന് എടുക്കാതിരിച്ചു. നമ്മളാര് ഈ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം എടുത്തിട്ട് അർസനിക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇനി AWM കിട്ടുമെന്ന് വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നോക്കി ഈ AWM ഉണ്ടോയെന്ന്. അപ്പോൾ നോക്കി നോക്കട്ടെ. ഇത് നമ്മൾ നേരെ വണ്ടിയുടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ AWM ഉണ്ടോ നോക്കട്ടെ ഈസ്. അതാണ് വേണ്ടത് നമുക്ക്. ഇനിയാണ് ഞാൻ തുറന്നത് ഈസ്. ഓക്കെ ഇവിടെ ഇല്ല തോന്നുന്നുണ്ട്, AWM ഇല്ല. ഓക്കെ മൂഞ്ചി ഉണ്ട് ഈസ്. ഓക്കെ ഇവിടെ AWM കാണാനില്ല, അല്ലെങ്കിൽ കാണാൻ AWM ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ വേണ്ടാത്ത സമയത്ത് എല്ലതും ഉണ്ടാവും ഈസ്. ഒക്കെ അല്ലെങ്കിൽ ഒരു ഒലക്കേ ഉണ്ടാവില്ല ഇവിടെ. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവിടുന്ന് M14 ഒക്കെ നമ്മൾ കളയട്ടെ ഈസ്. തേങ്ങയൊന്നും വേണ്ട. ഓക്കെ വീക്കേഴ്സ് 94 ഒന്നും അല്ലെങ്കിൽ ഒന്നും കൂടി കിട്ടണം. അല്ലെങ്കിൽ കാർനെറ്റ് അല്ലെങ്കിൽ കാർനെറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. നോക്കി നമ്മൾ കുറച്ച് നിന്നപ്പോൾ അവിടുന്ന് കാർനെറ്റും കിട്ടിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ അവിടെ നിന്നൊക്കെ ലൂട്ടെടുത്ത് വന്നു. നമ്മൾ കട്ട് ചെയ്ത് വിട്ടാണെങ്കിൽ ചടക്കേണ്ട അടിച്ചിട്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ എടുത്തപ്പോൾ അവിടുന്ന് കാർനെറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ 65 കയറുള്ളൂ. കാർനെറ്റ് 3 തന്നെ 65 കയറുള്ളൂ ഈസ്. ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ 3 വെടിച്ചാലേ ചാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വീക്കേഴ്സ് 94 തന്നെ കിട്ടേണ്ടി വരും. അതാവും മിക്കവാറും നല്ലത് ഈസ്. ഓക്കെ നമ്മൾ ഈ കുറേ ഉണ്ടൊക്കെ എടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഏകദേശം 75 ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി ഉള്ളിൽ കയറി ഇവിടെയാണെങ്കിലും വീക്ക് സ്നൈഫർ കിട്ടിയ ഭാഗ്യം. അപ്പോൾ ഈ ഒരു കാർണേറ്റ് മാറ്റാൻ വേണ്ടിയിരുന്നു. നമ്മൾ നോക്കട്ടെ ഈസ്. ഓക്കെ കിട്ടിയിട്ടുണ്ട്, സാധനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡബിൾ വീക്ക് സ്നൈഫർ ആയിട്ടുണ്ട് ഈസ്. ഇനി AWM കിട്ടി കഴിഞ്ഞാൽ നല്ല സുഖം ഈസ്. ഓക്കെ, അവൻ 150 കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട, നമ്മൾ നേരെ കയറി ചില്ല അടിച്ചാൽ മതി. അപ്പോൾ ലോങ്ങിലായിട്ട് വേറെ ഇട്ട് നിൽക്കണ്ടേ ഈസ്. അടിക്കാൻ നോക്കി പക്ഷേ പറ്റണില്ല ഈസ്, ഒന്നും കൊള്ളണില്ല ഈസ്. എന്താ സംഭവം അറിയില്ല, ഒന്നും കൊള്ളണില്ല അങ്ങോട്ട്. അപ്പോൾ നമ്മൾ നേരെ ഈ ഇടയിൽ കൂടെ അടിക്കാൻ നോക്കുകയാണ്. പക്ഷേ ചെങ്ങായി എടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ എൻ്റെ നോക്കുന്നുണ്ട്, പക്ഷേ കറക്റ്റ് അങ്ങോട്ട് ഇതോടെ കിട്ടണില്ല. അപ്പോൾ നമ്മൾ നേരെ ബാക്ക് കൂടെ വലിഞ്ഞിട്ട് അടിക്കാനുള്ള പ്ലാനിൽ പോവുകയാണ്. അപ്പോൾ നോക്കട്ടെ ഈസ്. ഓക്കെ, ചെക്കൻ അവിടെ മന്ദല്ലാതെ നിൽക്കുന്നുണ്ട്. നമ്മൾ നേരെ പോയി നോക്കട്ടെ, ഇനി കിട്ടിയ ഭാഗ്യം. ഓക്കെ, ഇതിൽ കൂടെ റഷ് ചെയ്ത് വരുമോ ഓക്കെ അറിയില്ല. നമ്മൾ നേരെ വന്നപ്പോൾ ഇവിടെ ഈ ചെങ്ങായി ഒരു കിഡിലെ ഹെഡ് ഷോട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഒരു മണ്ട എന്ന് പറഞ്ഞാൽ കരിമണ്ടൻ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിൽക്കുക ഈസ് അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ച MIT കൊണ്ടിട്ട് വരുന്നതാണ് ബാക്ക് കൂടെ. അപ്പോൾ വന്നിട്ടില്ല സംഭവം, ഭാഗ്യമായി. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കില്ല് അങ്ങോട്ട് കിട്ടി, 2 കില്ല് കിട്ടിയിട്ടുണ്ട്, ഹെഡ് ഷോട്ടും കൊടുത്തിട്ടുണ്ട് ഈസ് ഒന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ് ഈസ്. മുകളിൽ കൂടെ ഇങ്ങനെ മെല്ലെ വരാം ഈസ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഉണ്ടൊക്കെ എടുക്കട്ടെ. അപ്പോൾ 175 ഉണ്ട വെക്കണം ഈസ് ഇപ്പോൾ മൊത്തത്തിൽ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഉണ്ടെന്ന് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ബാഗ് അങ്ങനെ ഫുള്ളാക്കുന്നില്ല. അപ്പോൾ വരുമ്പോൾ വേറെ ഇട്ട് വന്നു ഈസ്. 123 കൊടുത്തു, പിന്നെ ഗ്ലൂ ഇട്ടു. അപ്പോൾ നേരെ റഷ് ചെയ്യണം ഈസ്. ഓക്കെ, ഇത് കൊള്ളണില്ല ഒന്നും, തേങ്ങ ഈസ് ടെൻഷനായിട്ട് ഒന്നും കൊള്ളണില്ല തേങ്ങ പിണ്ണാക്ക്. അപ്പോൾ ഈ നമ്മൾ നേരെ ഗ്ലൂ ഇട്ടിട്ട് എങ്ങനെയൊക്കെ കയറി ചെന്നിട്ട് വന്നപ്പോൾ തന്നെ നല്ല ഡാമേജ് എടുത്തു. അത് കൊണ്ടില്ലെങ്കിൽ ഞാൻ ചത്തുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അവന് അങ്ങനെ ഈ നമുക്ക് എന്തെങ്കിലും ഏകദേശം 3 കില്ലായിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇനി ബൂജി അടിക്കാനുള്ള പ്ലാനോട് കൂടിയാണ് പോകുന്നത്. ഒറ്റ മൈൻഡുള്ള നമ്മൾ ബൂജി അടിക്കുക. അത് നമ്മൾ സോണൊക്കെ പിടിച്ച് ഇങ്ങനെ ഉള്ളിൽ കയറണ കേസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്താണ് വേറൊരു കാഴ്ച കണ്ടത്. ഒരുത്തങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കൂടെ. അപ്പോൾ നമ്മൾ നേരെ എടുത്തേക്ക് വന്നപ്പോൾ ഒരു ഇങ്ങോട്ട് കയറിയിട്ടുണ്ടോ ചെങ്ങായി. അപ്പോൾ എന്താ പോയിന്റ് കഥ. അപ്പോൾ നമ്മൾ നേരെ അപ്പോൾ കേസ് നമ്മൾ എന്തെങ്കിലും അവിടുത്തെ ചെക്കനെ കാത്തിക്കാണ്. അപ്പോൾ ചെക്കൻ ചാടി വന്നു, പക്ഷേ അത് ചാടിയോണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഗ്ലൂ വാൾഡ് മെല്ലെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ചെക്കൻ. അപ്പോൾ ഏകദേശം 4 കില്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേസ് ഇവിടുന്ന്. അപ്പോൾ എന്തെങ്കിലും മുകളിൽ നിന്നായിട്ട് വേറെ ഫയർ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ വെച്ച് കയറി പോയി. അപ്പോൾ വേറെ സംഭവം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ കണ്ടില്ലേ, അതൊക്കെയാണ് നമ്മൾ കളിവല്ല കഴിവ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കേസ് നമ്മൾ കില്ലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും കിട്ടുന്നുള്ള ധൈര്യത്തിലൊക്കെ ആയിരുന്നു പോയത്. അപ്പോൾ എന്തെങ്കിലും അതങ്ങനെ പോയിട്ടുണ്ട് കേസ്. ഓക്കെ, നോക്കുകയാണെങ്കിൽ നമ്മൾ 6 ലൈവ് ഉണ്ട് കേസ് ഇനി. അപ്പോൾ നമ്മളെന്തെങ്കിലും ഉള്ളിൽ കയറിയുണ്ട് കേസ്. ഓക്കെ, ഇത് വീടിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ഇവിടെ മുകളിലായിട്ടൊരു ചെങ്ങ ഇങ്ങനെ പോകുന്നുണ്ട് പൂക്കം കിട്ടിയിട്ട്. നമ്മളെന്തെങ്കിലും 101 കൊടുത്തു, പിന്നെ കൊടുക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല, ചെക്കൻ ഗ്ലൂ ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗോളിൻ്റെ പുറത്തേക്ക് വരട്ടെ വിചാരിച്ചു. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഇപ്പോൾ നമ്മൾ റഷ് ചെയ്ത് അങ്ങോട്ട് പോകണമെന്നില്ല ഇത്. ഞാൻ അവിടെ വരെ റഷ് ചെയ്തൊക്കെ പോയി സീനോ. നമ്മൾ എന്താ പറയുക, എടുത്ത് ചാട്ടം വേണ്ട കേസ്. ഓക്കെ, നമ്മൾ മൂവി അടിക്കാനുള്ളൊരു കളിയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ എടുത്ത് ചാടി ചാവാൻ നിൽക്കണേ. ഞാൻ 3 സൈഡിലും എനിമിയാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ അടി കിട്ടുക പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഫ്രീ ഫയർ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂ വാളൊക്കെ ഇട്ടാൽ ഗ്ലൂ വാളൊക്കെ പൊട്ടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നടുവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി ചെല്ലണമെന്നില്ല എന്തായാലും. അപ്പോൾ കേസ് നമ്മളെന്തെങ്കിലും അങ്ങനെ എടുത്ത് ചാടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ മെല്ലെ കളിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് എന്തൊരു തീന് സംഭവം വന്നു. അപ്പോൾ നമ്മൾ എനിമി അടിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ഗ്ലൂ വാളിൻ്റെ സൗണ്ട് ഇട്ടു. അപ്പോൾ ബാക്കിൽ ഗ്ലൂ വാൾ ഇട്ടിക്കണേ. നമ്മൾ നേരെ ഉള്ളിൽ തന്നെ കയറിയിട്ടുണ്ട് കേസ്. ബാക്ക് എനിമി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണില്ല. നമ്മൾ മെല്ലെ ഒന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ട് വണ്ടേ വന്നിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അമ്മ ചാവിന്ന് കേസ്. നമ്മൾ എന്താ ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല. നമ്മൾ എന്തൊരു സാധനം വന്നിട്ട് ഒറ്റടി അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തെങ്കിലും അങ്ങനെ ഫുൾ മെഡിക്കറ്റൊക്കെ അടിക്കുകയാണ് കേസ്. ഓക്കെ, അപ്പോൾ ആ മര്യാദയ്ക്ക് ഡിമിത്രയൊക്കെ ഞെക്കിണ്ട് കേസ്. 1.5 ഞെക്കലായിരുന്നു. അപ്പോൾ ഡിമിത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ രണ്ടാമത്തെ പടി കൊണ്ടുണ്ടും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുണ്ടാവുന്നു. അപ്പോൾ ലാസ്റ്റ് എനിമി ഗ്ലൂ വാളിൻ്റെ അവിടെ ഉണ്ട്. ഗ്ലൂ വാൾ നേപ്പി മറ്റേ ഡ്രോപ്പിൻ്റെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെങ്ങായി. അപ്പോൾ നമ്മളെ പെറ്റ് നമ്മളെ എനിമിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമ്മളെ ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ കയറി എന്നോട് ചോദിക്കരുത്. അപ്പോൾ എന്താ സംഭവം അറിയില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും ഈ ലാസ്റ്റ് എനിമി കൂടി മാത്രമല്ല നമ്മൾ 6 കില്ലായിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഇതിനോട് ഫിനിഷ് ചെയ്ത് നമുക്ക് ഏകദേശം ടോട്ടൽ 7 കില്ലാവും. നമ്മൾ നേരെ റഷ് ചെയ്ത് കയറണം കേസ്. ഓക്കെ, പെട്ടെന്ന് ചെക്കൻ പോകുമ്പോൾ ഉണ്ട്. നമ്മളെന്തെങ്കിലും ഒന്നും നോക്കിയില്ല, റഷ് ചെയ്തിട്ട് കയറണം. നമ്മൾ റിങ്ങിൻ്റെ 39 കൊടുത്തു, 150 കൊടുക്കാൻ നോക്കി പറ്റില്ല കേസ്. നമ്മൾ ചാടി ഒന്ന് പിന്നെ 123 കൊടുത്തു, പിന്നെ ഒന്ന് കൊടുത്തു, അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചലഞ്ച് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കിട്ടുന്ന വീഡിയോ കാണാം. ബൈ.